ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈ സിനിമയെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. ഈ ഫ്രാഞ്ചൈസിയിൽ അവസാനമായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമായ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് ആണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ചിത്രം മനസ്സിലാക്കാനും ആസ്വദിക്കാനുമായി നിങ്ങൾ മുൻ ചിത്രങ്ങൾ കണ്ടിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. അപ്പോൾ സിനിമ ആരംഭിക്കുന്നത് 1968-ലാണ്. നമുക്കിവിടെ ഒരു റെയിൽവേ ട്രാക്ക് കാണാം. ഒപ്പം ഒരു ചുവന്ന കാറ് പാസ് ചെയ്ത് പോകുന്നതും കാണാം. ആ കാറിൽ സഞ്ചരിക്കുന്നത് പോളും ഐറിസുമാണ്. ഐറിസിനൊരു സർപ്രൈസ് കൊടുക്കാനായി ഒരു സ്കൈവ്യൂ റെസ്റ്റോറൻറ്റിലേക്കാണ് പോൾ അവളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ളൊരു വികൃതി പയ്യൻ മുമ്പിലുള്ള ഫൗണ്ടൻ്റെ അടുത്ത് നിന്നും കോയിൻസ് കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു സെക്യൂരിറ്റി വന്ന് അവനോട് പറയും അങ്ങനെ ചെയ്യരുത്, അത് ദുശകുനമാണെന്ന്. ശേഷം അവരൊരു ലിഫ്റ്റിൽ കയറും. അപ്പോൾ എലൗഡ് ആയതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ കയറ്റിക്കൊണ്ടാണ് ആ ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നത്. മാത്രമല്ല ഷെഡ്യൂൾ ചെയ്തതിനേക്കാളും 5 മാസം മുമ്പാണ് കെട്ടിടത്തിന് പണി പൂർത്തിയായതെന്നും അവൾക്ക് അവിടെ വെച്ച് മനസ്സിലാവും. അങ്ങനെ അവർ ഏറ്റവും മുകളിലേക്ക് എത്തും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്ലോർ നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ്. ഓപ്പണിംഗ് ഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണെന്ന് അവിടെ. അപ്പോൾ ഐറിസ് പോളിൻ്റെ പോക്കറ്റിൽ ഒരു റോസ് വെച്ച് കൊടുക്കും. ആ സമയത്ത് അതിനെ മുള്ളുകൊണ്ട് അവളുടെ കൈ മുറിഞ്ഞ് ചോര വരും. അപ്പോൾ ഐറിസ് ഛർദ്ദിക്കാനായി വാഷ്റൂമിലേക്ക് പോകും. അവൾ പ്രഗ്നൻ്റ് ആണ്. ഈ വിവരം പോളിന് അറിഞ്ഞുകൂടാ. അവിടെ വെച്ച് സിംഗറായിട്ടുള്ള ഒരു ലേഡിയെ ഐറിസ് പരിചയപ്പെടും. അപ്പോൾ ആ സിംഗറുടെ മകൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. അവൾക്ക് എന്തോ ഒരു അട്രാക്ഷൻ ആ കുട്ടിയോട് തോന്നും. അങ്ങനെ പോളും ഐറിസും കൂടി ഓപ്പൺ ടെറസിലേക്ക് വരും. അപ്പോൾ അവിടെ വെച്ച് പോൾ ഐറിസിനോട് വിവാഹ അഭ്യർത്ഥന നടത്തും. ഐറിസിനും വളരെ സന്തോഷമാവും. പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം അവൾ പോളിനോട് പറയും. അവർക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷമാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ആ കുരുത്തം കെട്ട ചെക്കൻ കോയിൻസ് എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കോയിൻ ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെ എയർ വെന്റിലേഷന് വേണ്ടിയുള്ള ഒരു വെന്റിലേറ്ററിലേക്ക് വീഴും. അങ്ങനെ ആ വെന്റിലേറ്ററിലുള്ള ഫാൻ സ്റ്റക്കാവും. ഈ സമയം ഫാൻ്റെ ബ്ലേഡ് ഒടിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു ഗ്യാസ് പൈപ്പിൽ തട്ടി ഗ്യാസ് ലീക്കാവാൻ തുടങ്ങും. അപ്പോൾ ഈ സമയം റെസ്റ്റോറൻറ്റിനകത്ത് ഒരാൾ ഷാമ്പെയിൻ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് അടപ്പ് തെറിച്ച് മുകളിലുള്ള അലങ്കാര വിളക്കിൽ തട്ടും. അപ്പോൾ അതിൻ്റെ ഒരു മൂർച്ചയുള്ള ഭാഗം തെറിച്ച് താഴേക്ക് വീഴും. അങ്ങനെ ഇവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്ലാസ് പ്രതലത്തിൽ ക്രാക്ക് വീഴും. ഇവർ ഡാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ക്രാക്ക് വലുതാവാൻ തുടങ്ങും. അങ്ങനെ ആ ഗ്ലാസ് തകർന്ന് ആളുകൾ താഴേക്ക് വീഴും. പോളും ആ അപകടത്തിൽ താഴേക്ക് വീണ് മരിക്കും. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ആളുകൾ പരക്കം പായുന്നതിനിടെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ തീ പിടിക്കും. ആ സ്ത്രീ ഓടി ആ ഗ്യാസ് ലീക്കേജ് ഉള്ള വെന്റിലേറ്ററിനടുത്തെത്തുമ്പോൾ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. ഉടനെ രക്ഷപ്പെടാനായി ആളുകൾ ലിഫ്റ്റിലേക്ക് ഓടിക്കയറും. അങ്ങനെ 8 പേർക്ക് മാത്രം കയറാനാവുന്ന ലിഫ്റ്റിലേക്ക് ആളുകൾ ഇടിച്ചു കയറും. ശേഷം ആ ലിഫ്റ്റ് ഡാമേജായി ലിഫ്റ്റിലുള്ള എല്ലാവരും കൊല്ലപ്പെടും. താഴേക്ക് ഇറങ്ങാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞു കഴിഞ്ഞു. ഈ സമയം എയർ ഡക്റ്റിൽ കുടുങ്ങിയ കോയിൻ തെറിച്ചൊരു പിയാനോയിലേക്ക് വന്ന് വീഴും. അങ്ങനെ ആ പിയാനോ തെറിച്ച് താഴേക്ക് വരും. ശേഷിക്കുന്ന ആൾക്കാർ കൂടി താഴെ വീണ് മരിക്കും. അപ്പോൾ ഇപ്പോൾ അവശേഷിക്കുന്നത് ഐറിസും ആ സിംഗറുടെ മകനായിട്ടുള്ള കൊച്ചുകുട്ടിയും മാത്രമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ താഴേക്ക് വീഴും. പോൾ മോതിരം ഇട്ടുകൊടുത്ത ആ വിരൽ 2 ആണിക്കിടയിൽ കുടുങ്ങി നിൽക്കും. അതിനുശേഷം ആ വിരലിൽ നിന്നും തൊലിയും മാംസവും ഇളകി പോകുന്നതിനോടൊപ്പം അവളും ആ കുട്ടിയും താഴെ വീണ് മരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ സ്റ്റെഫിനി എന്ന് പറയുന്നൊരു പെൺകുട്ടി അവൾ ക്ലാസ്സിലിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അവൾ പെട്ടെന്ന് പേടിച്ച് ഞെട്ടി എണീക്കും. അപ്പോൾ സ്റ്റെഫിനി ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവളുടെ പഠിപ്പ് നടക്കില്ല, സ്കോളർഷിപ്പ് എമൗണ്ട് ക്യാൻസൽ ആവും. അപ്പോൾ അവൾ അവളുടെ സുഹൃത്തിനോട് പറയും 2 മാസമായിട്ട് ഉറങ്ങുമ്പോൾ ഞാൻ ഇതേ സ്വപ്നം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സ്വപ്നത്തിൽ ഇവൾ കാണുന്ന ആ സ്ത്രീയുടെ പേര് ഐറിസ് എന്നാണ്. അപ്പോൾ തന്റെ ഗ്രാൻഡ് മദറിനെ കുറിച്ചാണോ താൻ സ്വപ്നം കാണുന്നതെന്നുള്ള സംശയം അവൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പിറ്റേ ദിവസം അവളുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവളുടെ അച്ഛൻ്റെ പേര് മാർട്ടി എന്നാണ്. അമ്മയുടെ പേര് ഡർലീൻ. അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ അമ്മ അവർ ഉപേക്ഷിച്ച് പോയതാണ്. മാത്രമല്ല അവൾക്ക് ചാർലി എന്ന് പറയുന്ന ഒരു അനിയനുണ്ട്. അപ്പോൾ മാർട്ടിയോട് സ്റ്റെഫനി പറയും അവൾക്ക് അവളുടെ ഗ്രാൻഡ് മദറിനെ കുറിച്ച് അറിയണമെന്ന്. അപ്പോൾ മാർട്ടി പറയും അവരൊരു മെൻ്റലാണ്, നീ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് ചാർലി അവൻ്റെ അങ്കിളിനെ കാണാനായിട്ട് പോവാണ്. അവരുടെ വീട് അവിടെ അടുത്താണ്. അപ്പോൾ സ്റ്റെഫനി അവൻ്റെ കൂടെ പോകും. അപ്പോൾ അവളുടെ അങ്കിളിൻ്റെ പേര് ഹോവാർഡ് എന്നാണ്. അവളുടെ അമ്മയായിട്ടുള്ള ഡർലീൻ്റെ സഹോദരനാണ് കക്ഷി. ഹോവാർഡിൻ്റെ ഭാര്യയുടെ പേര് ബ്രണ്ട. അവർക്ക് 3 മക്കളാണ്, എറിക്, ജൂലിയ, ബോബി. അങ്ങനെ അവൾ ഹോവാർഡിനോട് ചോദിക്കും ഇവരുടെ ഗ്രാൻഡ് മദറിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയുമെന്ന്. അപ്പോൾ ഹോവാർഡും ഇതൊട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അയാൾ പറയുന്നത് ഐറിസിന് എപ്പോഴും മരണത്തിന് ഭയമായിരുന്നു. മരണത്തോടുള്ള പേടി കാരണം ഐറിസ് ഹോവാർഡിൻ്റെയും ഡർലീൻ്റെയൊക്കെ ജീവിതം തന്നെ നശിപ്പിച്ച് കളഞ്ഞേനെ. അതുകൊണ്ട് നീ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കണമെന്ന് ഹോവാർഡ് പറയും. അപ്പോൾ ഐറിസ് ഇവരുടെ വിലാസത്തിൽ ചില കാർഡ്സ് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് സ്റ്റെഫനി അന്വേഷിക്കുമ്പോൾ ബ്രൻഡ ഹോവാർഡ് അറിയാതെ ആ സ്ഥലം പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവൾ ആ കാർഡ് പോയി പരിശോധിക്കുമ്പോൾ അവൾക്ക് ഐറിസിന്റെ ഇപ്പോഴത്തെ അഡ്രസ്സ് കിട്ടും. അങ്ങനെ അവൾ ഐറിസിനെ അന്വേഷിച്ചു പോകും. അങ്ങനെ നഗരത്തിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയായിട്ടുള്ള ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അപ്പോൾ സ്റ്റെഫനി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ക്യാമറയിലൂടെ സ്റ്റെഫനിയെ കാണുന്ന സമയത്ത് ഐറിസ് അന്വേഷിക്കും നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അങ്ങനെ സ്റ്റെഫനിയുടെ കൈവശമുള്ള മൊബൈലും കീയും ഒക്കെ അവിടെയുള്ളൊരു ബോക്സിൽ വെച്ച ശേഷം ഉള്ളിലേക്ക് വന്നോളാൻ ഐറിസ് പറയും. സ്റ്റെഫനിയെ കാണുന്ന സമയത്ത് ഐറിസിന് സന്തോഷവും. താൻ കഴിഞ്ഞ 2 മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നത്തെക്കുറിച്ചും സ്റ്റെഫനി ഐറിസിനോട് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഐറിസ് സ്റ്റെഫനിയോട് പറയും. അതായത് ആ ഓപ്പൺ ടെറസിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഇവള് കാണും. അപ്പോൾ തന്നെ ഐറിസ് ഓടിപ്പോയി ആ വികൃതി പയ്യന്റെ കയ്യിൽ നിന്നും കോയിൻസ് പിടിച്ചു വാങ്ങും. ഡാൻസ് ചെയ്യുന്നവരോട് അത് നിർത്താനായി മൈക്കിലൂടെ ഉറക്കെ വിളിച്ചു പറയും. അങ്ങനെ അന്ന് അവിടെ വെച്ച് നടക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയ ദുരന്തം ഐറിസ് തടയും. പക്ഷേ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല.
ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാവരും തന്നെ പിന്നീട് പല രീതിയിലായി കൊല്ലപ്പെട്ടു. പക്ഷേ ഓരോ തവണ ഐറിസിനെ മരണം തേടിയെത്തുമ്പോഴും അവൾ വളരെ സമർത്ഥമായി അതിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് അവിടെ വെച്ച് നടക്കാൻ സാധ്യതയുണ്ടായിരുന്ന ആ അപകടത്തിന്റെ അതേ ഓർഡറിലാണ് എല്ലാവരും കൊല്ലപ്പെടുന്നത്. അപ്പം പോൾ ക്യാൻസർ വന്ന് മരിച്ച ശേഷം മരണം തന്നെ തേടിയെത്തുന്ന ഐറിസിന് അറിയായിരുന്നു. അപ്പം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് താൻ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്നത്. അന്ന് ആ അപകടത്തിൽ ഐറിസ് മരിച്ചിരുന്നെങ്കിൽ ഇന്ന് അവരുടെ മക്കളോ പേരക്കുട്ടികളോ ആരും തന്നെ ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് താൻ മരിക്കുന്നവരെ അവരെല്ലാം സേഫാണ്. പക്ഷെ താൻ മരിച്ചു കഴിഞ്ഞാൽ മരണം അവരെ ഓരോരുത്തരെയായി തേടിയെത്തും. അപ്പം അന്ന് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളും പിന്നീട് അവരെങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ ഐറിസ് ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ആ പുസ്തകം അവൾ സ്റ്റെഫനിക്ക് കൊടുക്കും. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റെഫനി വല്ലാതെ പേടിക്കും. നിങ്ങളെ കാണാൻ ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പം ഐറിസ് ആണെങ്കിൽ അവളുടെ വീട് വിട്ട് പുറത്തിറങ്ങാറേയില്ല. പക്ഷെ അവൾക്ക് ക്യാൻസറാണ്. അധികം വൈകാതെ അവൾ മരിച്ചു പോകും. അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്റെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെടും. അതുകൊണ്ട് അവൾ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി ആ പുസ്തകങ്ങൾ നിർബന്ധപൂർവ്വം സ്റ്റെഫാനിയെ ഏൽപ്പിക്കും. പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നേരിട്ട് കണ്ടോളാൻ അവൾ സ്റ്റെഫാനിയോട് പറയും. ആ സമയത്ത് അവിടെ വെച്ച് ഐറിസ് കൊല്ലപ്പെടും. അപ്പം അങ്ങനെ പിറ്റേ ദിവസം ഐറിസിന്റെ ശവസംസ്കാര ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഐറിസിന്റെ 2 മക്കളുടെയും കുടുംബങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവരെ ഉപേക്ഷിച്ചു പോയ അവരുടെ അമ്മ ഡർലീൻ അവിടേക്ക് വരും. അതിനുശേഷം ഹൊവാർഡിന്റെ വീട്ടിൽ 2 ഫാമിലീസും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് കൂടിയിരിക്കുകയാണ്. അപ്പൊ സ്റ്റെഫനി ഈ ബ്ലഡ് ലൈനിന്റെ ഓർഡർ പ്രകാരം അടുത്തത് ആരാണ് മരിക്കാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനായിട്ട് ഐറിസ് കൊടുത്ത ബുക്ക് അവൾ പരിശോധിക്കുന്നുണ്ട്. അതിനകത്ത് ആ കോയിനും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റെഫനി അവളുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ വിളിച്ചു നോക്കുമ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഈ സമയത്ത് അവിടെ ഗ്ലാസ് പൊട്ടിയൊരു ചില്ല് കഷ്ണം ഐസിലേക്ക് വീഴും. അങ്ങനെ ആ ഗ്ലാസ് അബദ്ധത്തിൽ ഡ്രിങ്ക്സിൽ മിക്സ് ആവും. അപ്പൊ ഈ സമയത്ത് ഒരു ബിയർ ബോട്ടിൽ ഒരു വാക്വം മെഷീന്റെ സ്വിച്ചിന് മുകളിലേക്ക് വീഴും. അപ്പൊ അതിന്റെ പൈപ്പിനകത്തുള്ള എയർ പ്രഷറിൽ വ്യത്യാസം വരാൻ തുടങ്ങും. അപ്പൊ ഇവിടെ മരണം തന്റെ അടുത്ത ഇരയ്ക്കായുള്ള പദ്ധതി തയ്യാറാക്കാണ്. അപ്പൊ ഈ പൈപ്പിന്റെ അനക്കം മൂലം അവിടെ ചാരി വെച്ചിരിക്കുന്ന ബ്രഷ് തൊട്ടടുത്തുള്ള ഗ്രാസ് കട്ടിംഗ് മെഷീന് മുകളിലേക്ക് വീഴും. അപ്പൊ ഈ സമയം ആ ചില്ല് കഷ്ണം വീണ ഡ്രിങ്ക്സ് താഴേക്ക് തട്ടി മറിഞ്ഞു പോകും. അതിലെ ചില്ല് കഷ്ണത്തിൽ ചവിട്ടുന്ന ഹൊവാർഡ് മലർന്നടിച്ച് പിന്നിലേക്ക് വീഴും. അപ്പൊ ആ ഗ്രാസ് കട്ടർ മെഷീൻ ആക്ടിവേറ്റ് ആയി ഹൊവാർഡിന്റെ മുഖത്തിന് മുകളിലൂടെ കയറും. അങ്ങനെ അവിടെ വെച്ച് ഹൊവാർഡ് കൊല്ലപ്പെടും. ഇപ്പൊ സ്റ്റെഫനിക്ക് ഉറപ്പായി, അതായത് മരണം അതിന്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞെന്ന്. അപ്പൊ ഐറിസിന്റെ മക്കളായിട്ടുള്ള ഡർലീൻ, ഹൊവാർഡ് 2 പേരും വിവാഹിതരാണ്. പക്ഷെ ഇവർ വിവാഹം കഴിച്ച ആളുകൾക്ക്, അതായത് ഐറിസിന്റെ മരുമക്കളായ മാർട്ടിക്കും ബ്രെൻഡയ്ക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ ഓർഡർ പ്രകാരം അടുത്ത് മരിക്കാൻ പോകുന്നത് ഹൊവാർഡിന്റെ മക്കളായിട്ടുള്ള എറിക്, ജൂലിയ, ബോബി എന്നിവരാണ്. അവർക്ക് ശേഷം ഡർലിന്റെ മക്കളായ സ്റ്റെഫാനിയും ചാർലിയും. അപ്പൊ 2 കുടുംബത്തിലെയും ആൾക്കാരെ വിളിച്ചുകൂട്ടി സ്റ്റെഫാനി ഇത് മുഴുവൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവരാരും ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവില്ല. അവർ സ്റ്റെഫനി പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ഇറങ്ങിപ്പോകും. അപ്പോൾ ഇവിടെ എല്ലാം വിശ്വസിക്കുന്ന ഒരാളുണ്ട്, സ്റ്റെഫനിയുടെ അമ്മ ഡർലീൻ. പക്ഷേ അമ്മ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് സ്റ്റെഫനിക്ക് ഡർലീനോട് ഒട്ടും അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പോൾ അടുത്തത് ഇനി എറിക്കിന്റെ നമ്പറാണ്. അവനൊരു ടാറ്റു ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ അവന്റെ കടയിലെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അവന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായി കയ്യിൽ ഡാഡ് എന്ന് പച്ച കുത്തും. അപ്പോൾ അവൻ അവിടെ ഉറക്കെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിന്റെ വോളിയത്തിൽ സ്പീക്കേഴ്സ് വൈബ്രേറ്റ് ആയി മുകളിൽ നിന്നൊരു പാവ താഴേക്ക് വീഴും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചില്ല് ബോട്ടിൽ താഴെ വീണുടയും. അവൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അവന്റെ കസേരവൻ തട്ടി അവിടെയുള്ള ഒരു ഫ്ലെയിമബിൾ ലിക്വിഡ് താഴെ വീണ് സ്പ്രെഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇത് കണ്ട് അവൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കും. പക്ഷെ അതിനു മുമ്പായിട്ട് അവിടെ അവന്റെ മുകളിലായിട്ട് ഫാൻ കറങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫാനിന്റെ ലീഫ് തട്ടി മുകളിലുള്ളൊരു ചെയിൻ പൊട്ടി താഴേക്ക് വീഴും. ആ ചെയിൻ താഴേക്ക് വന്ന് അവന്റെ മൂക്കിന് തുമ്മിലുള്ള റിങ്ങിൽ കൊളുത്തി പിടിക്കും. അവനെ തഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അറിയാതെ ഒരു ലൈറ്റർ തട്ടി താഴെ വീണ് ആ ലിക്വിഡിൽ തീ പിടിക്കും. അങ്ങനെ ആ തീപിടുത്തം പടർന്ന് വലുതായി ആ ഷോപ്പ് മുഴുവൻ കത്തിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ സ്റ്റെഫനി എറിക്കിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. അവൾക്ക് നല്ലപോലെ പേടിയാവുന്നുണ്ട്. അങ്ങനെ അവൾ ചാർലിയെയും കൂട്ടി എറിക്കിനടുത്തേക്ക് പോകും. ഇതിനോടകം തന്നെ ടാറ്റു ഷോപ്പിന് തീപിടിച്ച വിവരം ഇവരറിയും. പക്ഷെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എറിക്ക് ഇവരുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഇവർ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവൻ പറയും തീപിടുത്തം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അപ്പോഴേക്കും അവൻ ആ കൊളുത്ത് വെടിവെച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റെഫനി പറയും മരണം നിന്റെ പിറകെ തന്നെയുണ്ട്, അത് എപ്പോൾ വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും നിന്റെ അടുത്ത് വരാം, സൂക്ഷിക്കാൻ പറയും. പക്ഷെ അവൻ ഇതൊക്കെ ഒരു മണ്ടത്തരായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ സമയത്ത് അവിടേക്ക് ഗാർബേജ് കളക്ട് ചെയ്യുന്നൊരു വാഹനം വരും. അപ്പോൾ എറിക്കിന്റെ അനിയത്തിയായിട്ടുള്ള ജൂലിയ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു പന്ത് തട്ടി അബദ്ധത്തിൽ ഗാർബേജ് കളക്ട് ചെയ്യുന്ന ആ ബാസ്ക്കറ്റിനകത്തേക്ക് വീഴും. അപ്പോൾ ഇത് കണ്ട് എല്ലാവരും ആ വണ്ടിക്ക് പിന്നാലെ ഓടും. വണ്ടി നിർത്താൻ ഇവർ ഡ്രൈവറോട് വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അയാൾ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് കേൾക്കില്ല. അപ്പോഴേക്കും സ്റ്റെഫനി ആ വാഹനത്തിലേക്ക് ചാടിക്കേറി ജൂലിയയെ രക്ഷപ്പെടുത്താനായി അവൾക്ക് നേരെ കൈനീട്ടും. പക്ഷെ ആ സമയം ഗാർബേജ് കൃഷി ചെയ്യുന്നതിനോടൊപ്പം ജൂലിയ അതിനകത്തുപെട്ട് ചതഞ്ഞരഞ്ഞു മരിക്കും. അങ്ങനെ ഇപ്പോൾ ആ കുടുംബത്ത് 2 മരണം സംഭവിച്ചു, ഹൊവാർഡും അയാളുടെ മകളും. അപ്പോൾ ഈ തിയറി പ്രകാരം മരിക്കേണ്ടത് എറിക്കായിരുന്നു. ജൂലിയ എങ്ങനെ മരിച്ചു എന്നുള്ള ചർച്ച വന്നപ്പോൾ ബ്രെൻഡ അവിടെ വെച്ച് ആ സത്യം പറയും. അതായത് എറിക് ഹൊവാർഡിന്റെ മകനല്ല, ബ്രെൻഡയ്ക്ക് മറ്റൊരു ബന്ധത്തിലുണ്ടായ ആദ്യത്തെ കുട്ടിയാണ് എറിക്. ഇതോടെ സ്റ്റെഫനി പറയുന്നത് സത്യമാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. അടുത്തതായി കൊല്ലപ്പെടാൻ പോകുന്നത് ജൂലിയയുടെ സഹോദരനായിട്ടുള്ള ബോബിയാണ്.
അപ്പോൾ ബോബിയെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റെഫനി ഈ കാര്യത്തിൽ ഇവരെ സഹായിക്കാൻ സാധിക്കുന്ന ജേബി എന്നൊരാളെക്കുറിച്ച് പറയും. ഡർലീൻ പറയും അയാൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ ഇവരെല്ലാം കൂടി ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് ജേബിയെ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവും, അതായത് ഐറിസ് എന്ന രക്ഷപ്പെടുത്തിയ ആ സിംഗറുടെ മകനായിട്ടുള്ള കൊച്ചുകുട്ടിയാണ് ഈ ജേബി. തങ്ങളെ സഹായിക്കാനായി സ്റ്റെഫാനിയും സംഘവും ജേബിയോട് ആവശ്യപ്പെടും. അപ്പോൾ ജേബി പറയും, അതിന് 2 വഴികളുണ്ട്. ഒന്ന്, ഹൃദയം നിലച്ച ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത്. 2, മറ്റൊരാളെ കൊല്ലുന്നത്. ഇതല്ലാതെ മറ്റു വഴികളൊന്നും തന്നെയില്ല. മാത്രമല്ല ഐറിസ് സുരക്ഷിതമായി താമസിച്ച ആ ക്യാബിൻ പണിയാൻ സഹായിച്ചതും ജേബി തന്നെയായിരുന്നു. കാരണം ഐറിസ് സുരക്ഷിതമായിരുന്നാൽ മാത്രമേ ജേബി സേഫ് ആയിരിക്കുള്ളൂ. ഐറിസിന്റെ കുടുംബവും ക്യാൻസർ പേഷ്യന്റ് ആയതുകൊണ്ട് ജേബിക്ക് ഇനി അധികം ആയുസില്ല. മരണത്തോട് കളിക്കാൻ നിൽക്കരുതെന്ന് ഒരു വാണിംഗും ജേബി അവർക്ക് കൊടുക്കും. അപ്പോൾ ഈ സമയത്ത് സ്റ്റെഫനിയെ അറിയിക്കാതെ എറിക് ബോബിയെയും കൊണ്ട് ആശുപത്രിയുടെ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. ബോബിക്ക് പീനട്ട് അലർജിയാണ്. അപ്പോൾ അത് കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന്റെ തൊണ്ട ബ്ലോക്ക് ആവും. ഇവിടെ എറിക്കിന്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ബോബിക്ക് പീനട്ട് മിക്സ് ചെയ്ത എന്തെങ്കിലും ആഹാരം കൊടുത്ത് അവനെ കൊല്ലുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ വിവരം അറിയിക്കുക. ഹോസ്പിറ്റലായതുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ അറ്റൻഷൻ കിട്ടും, അവൻ രക്ഷപ്പെടും. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു വെൻഡിംഗ് മെഷീനിൽ നിന്ന് പീനട്ട്സ് എടുക്കാൻ ശ്രമിക്കും. പക്ഷേ അത് നടക്കില്ല. പക്ഷേ ഈ ശ്രമത്തിനിടയ്ക്ക് ആ മെഷീനുള്ളിലെ ഒരു സ്പ്രിങ് ലൂസാവും. അപ്പോൾ ബോബിയെ അവിടെ മാറ്റി ഒരു MRI സ്കാനിംഗ് ഒക്കെ നടത്തുന്ന മുറിയിൽ നിർത്തിയിരിക്കുകയാണ് എറിക്. അപ്പോൾ MRI മെഷീൻ വളരെ ശക്തമായ കാന്തിക ആകർഷണമുള്ളതാണ്. അപ്പോൾ ബോബിയെ അതിനകത്താക്കി എറിക് പുറത്തു പോകുന്ന സമയത്ത് അബദ്ധത്തിൽ അവിടെയുള്ള ഒരു ബട്ടൺ ഓണായി MRI മെഷീന്റെ മാഗ്നറ്റിക് അട്രാക്ഷൻ കൂടാൻ തുടങ്ങും. അപ്പോൾ ഒരു വീൽ ചെയർ സംഘടിപ്പിക്കാനായിട്ടാണ് എറിക് ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത്. അവൻ അവിടെ ചെല്ലുന്ന സമയത്ത് കസാരയിൽ ഒരു വയസ്സായ സ്ത്രീ ഇരിക്കുന്നതാണ്. അപ്പോൾ അവൻ അവരെ കളിയാക്കുന്ന പോലെ നിങ്ങൾക്കിനി ഒരുപാട് സമയമുണ്ടോ എന്ന് കളിയാക്കി ചോദിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള വീൽ ചെയർ എടുത്ത് അവൻ ബോബിക്ക് അടുത്തേക്ക് വരും. അതിനുശേഷം അവൻ ആ പീനട്ട് ബട്ടർ കേക്ക് ബോബിയോട് കഴിക്കാൻ ആവശ്യപ്പെടും. അവൻ ആ കേക്ക് കഴിക്കും, അവന്റെ തൊണ്ട ബ്ലോക്ക് ആവാൻ തുടങ്ങും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ തൊട്ട് പിന്നിലുള്ള ആ MRI സ്കാനിംഗ് മെഷീൻ അതിന്റെ മുഴുവൻ മാഗ്നറ്റിക് പവറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ എറിക്കിന്റെ ശരീരത്തിലുള്ള റിങ്ങുകൾ ഓരോന്നായി മൂക്കിൽ നിന്നും നാവിൽ നിന്നും തുടങ്ങിയ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുമ്പ് വസ്തുക്കൾ അതിലേക്ക് തെറിച്ചു പോയി ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. ഒപ്പം അവൻ കൊണ്ടുവന്ന വീൽ ചെയറിലെ ഇരുമ്പ് ഭാഗങ്ങൾ അവന്റെ ശരീരത്തിനുള്ളിലൂടെ തുളഞ്ഞ് ആ മെഷീനകത്തേക്ക് പോകും. അങ്ങനെ അവിടെ വെച്ച് അതിദാരുണമായി എറിക് കൊല്ലപ്പെടും. മരണത്തോട് കളിക്കാൻ നിൽക്കരുതെന്ന ജേബിയുടെ വാണിംഗ് നിരസിച്ചതുകൊണ്ടാണ് എറിക് കൊല്ലപ്പെട്ടത്. ഈ സമയം ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണെങ്കിലും എറിക്കിന്റെ കയ്യിലുള്ള ആ ആന്റി അലർജിക് മെഡിസിൻ ബോബി കൈക്കലാക്കും. അങ്ങനെ രക്ഷപ്പെട്ടെന്ന് കരുതി ആശ്വസിച്ച് നിവർന്നു നിൽക്കുന്ന സമയത്ത് നേരത്തെ വെൻഡിംഗ് മെഷീനിൽ ലൂസായ ആ സ്പ്രിംഗ് തെറിച്ചു വന്ന് അവന്റെ തലയിലേക്ക് തറഞ്ഞു കയറും. അങ്ങനെ അവിടെ വെച്ച് അവനും കൊല്ലപ്പെടും. അടുത്ത ഊഴം ഡർലീന്റെയാണ്. അപ്പോൾ ഡർലീനെ രക്ഷിക്കാനായി സ്റ്റെഫനി പറയും നമുക്ക് ഐറിസിന്റെ ക്യാബിനിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഈ സമയത്ത് സ്റ്റെഫാനിയുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കിൽ നിന്ന് ആ കോയിൻ താഴേക്ക് വീണുപോകും. ഇവരിത് അറിയുന്നില്ല. എറിക് നേരത്തെ ആശുപത്രിയിൽ വെച്ച് കളിയാക്കിയ ആ വയസ്സായ സ്ത്രീക്കാണ് ആ കോയിൻ കിട്ടുന്നത്. ഈ സമയത്ത് സ്റ്റെഫനി ആ വീട്ടിലേക്ക് എത്തും. പക്ഷേ അവർക്ക് ഉള്ളിലേക്ക് കടക്കാനായി സാധിക്കുന്നില്ല. അപ്പോൾ ഗേറ്റ് തകർത്ത് ഇവരുടെ വാഹനം ഉള്ളിലേക്ക് കടക്കും. പക്ഷെ ആ സമയത്ത് സ്റ്റെഫാനിയുടെ സീറ്റ് ബെൽറ്റ് സ്റ്റക്കായി പോകും. അപ്പോൾ ഡർലീൻ സേഫ് ആയി കഴിഞ്ഞാൽ സ്റ്റെഫാനിയും സേഫാണ്. അതുകൊണ്ട് ഡർലീനോട് എത്രയും പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാനായിട്ട് സ്റ്റെഫാനി പറയും. പക്ഷെ വാഹനം ഉള്ളിലേക്ക് ഇടിച്ചു കയറുന്ന സമയത്ത് അവിടെയുള്ള കറണ്ട് കമ്പി പൊട്ടി ചെറിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടാവും. ഡർലീൻ വാതിൽ തുറക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു തീപ്പൊരി പറന്ന് ഉള്ളിലേക്ക് കടക്കും. മാത്രമല്ല ഒരു ചെടിച്ചട്ടി പൊട്ടി വീണ് ഗ്യാസ് ലീക്കേജും ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുൻപേ തന്നെ അവിടെ വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കും. ഈ സമയം സ്റ്റെഫനി ഇരിക്കുന്ന വാഹനം മറിഞ്ഞ് തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് വീഴും. അപ്പോൾ അവിടെയുള്ള കൂർത്ത മുനകളുള്ള ഒരു തടിക്കഷ്ണം മറിഞ്ഞ് തലയിലേക്ക് വീണ് ഡർലീൻ അവിടെ വെച്ച് മരിക്കും. ചാർലി വേഗം സ്റ്റെഫാനിയെ രക്ഷിക്കാൻ ശ്രമിക്കും. അങ്ങനെ അവനൊരു കത്തിയെടുത്ത് സ്റ്റെഫാനിയുടെ സീറ്റ് ബെൽറ്റ് മുറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വൈകാതെ സ്റ്റെഫാനിയുടെ ശരീരത്തിന്റെ പെടച്ചിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ചാർലി അവളെ വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി CPR കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്റ്റെഫാനിക്ക് ബോധം വരും. എന്താ സംഭവിച്ചതെന്ന് സ്റ്റെഫാനി ചോദിക്കുമ്പോൾ ചാർലി പറയും നീ മരിച്ചു പോയതായിരുന്നു, ഞാൻ നിന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അതായത് ഇപ്പൊ സ്റ്റെഫാനി മരണത്തെ കബളിപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഇവർ രണ്ടുപേരും സേഫാണ്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. അപ്പൊ ചാർലി അവന്റെ ഗ്രാജുവേഷന്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പണിംഗ് സീനിൽ പോൾ ഡ്രസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ ചാർലി ഡ്രസ് ചെയ്തിരിക്കുന്നത്. അവൾ അവന്റെ വസ്ത്രത്തിലുള്ള പൂവ് ശരിയാക്കുന്ന സമയത്ത് അവളുടെ കൈമുറിഞ്ഞ് രക്തം വരും. ഈ സമയത്ത് നേരത്തെ ആശുപത്രിയിൽ വെച്ച് കണ്ട ആ വയസ്സായ സ്ത്രീ പേഴ്സ് തുറക്കുന്ന സമയത്ത് അതിൽ നിന്നും ആ കോയിൻ പുറത്തേക്ക് തെറിച്ചു പോകും. ഇവിടെ നമ്മൾ കാണുന്നത് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ ആ കോയിൻ തെറിച്ച് ഈ പാളത്തിനിടയിലേക്ക് വീഴും. അപ്പോൾ ഈ സമയത്ത് അവരുടെ അയൽവാസിയായിട്ടുള്ള ഒരു ഡോക്ടർ സ്റ്റെഫാനിയുടെ അടുത്തേക്ക് വന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയും ചാർലി നിങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ വളരെ ഭാഗ്യമുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ സ്റ്റെഫനി പറയും അതെ തീർച്ചയായിട്ടും, ഞാൻ മരിച്ചു പോയതിനു ശേഷം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ്. അപ്പോൾ ആ ഡോക്ടർ പറയും അങ്ങനെയല്ല, നീ ശരിക്കും മരിച്ചിട്ടുണ്ടായിരുന്നില്ല, നിന്റെ ഹൃദയം നിലച്ചിട്ടുണ്ടായിരുന്നില്ല, നിനക്ക് ബോധം നഷ്ടപ്പെട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കേൾക്കുമ്പോൾ സ്റ്റെഫാനിയും ചാർലിയും ഷോക്കാവും. മരണം തൊട്ടടുത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സമയത്ത് പാളം തെറ്റിയ ട്രെയിൻ അവർക്ക് നേരെ ചീറിപ്പാഞ്ഞു വരും. അവർ രക്ഷപ്പെടാനായി ദൂരേക്ക് ഓടും. ട്രെയിൻ നിൽക്കുമെങ്കിലും അതിന് പിന്നിൽ നിന്നും തെറിച്ചു വരുന്ന വലിയ തടിക്കഷ്ണങ്ങൾക്കടിയിൽപ്പെട്ട് സ്റ്റെഫാനിയും ചാർലിയും അവിടെ വെച്ച് മരിക്കും. മരണത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുകയാണ്.
മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.